യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ തൃപ്തിപ്പെടണം. അള്ളാഹു തൃപ്തിപ്പെട്ട ഒരു ജീവിതം നമുക്ക് നയിക്കാൻ കഴിയണം. അതിനെന്താണ് നാം ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ അള്ളാഹു നമ്മെ തൃപ്തിപ്പെടാൻ വേണ്ടി അള്ളാഹു നമുക്ക് തന്നതിൽ നമുക്ക് അള്ളാഹുവിനോട് തൃപ്തി ഉണ്ടാവുക എന്നതാണ് ആദ്യമായി നാം ചെയ്യേണ്ടത്. അള്ളാഹു നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെയാണോ തരാൻ കരുതിയത്, ചിലപ്പോൾ പ്രയാസമായിരിക്കാം, ചിലപ്പോൾ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട്, പല ബുദ്ധിമുട്ടുകളും പല പ്രയാസങ്ങളും വരുമ്പോൾ അള്ളാഹു തന്നതിൽ തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് അവനക്കുണ്ടെങ്കിൽ അള്ളാഹു നമ്മയും തൃപ്തിപ്പെടും എന്നുള്ളതാണ്. ഒരിക്കൽ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, റബ്ബി ദുല്ലനി അലാ അംരിൻ ഫീഹി റിളാക, പടച്ച റബ്ബി എൻ്റെ തൃപ്തിയുള്ള ഒരു കാര്യം എനിക്ക് അറിയിച്ചു തരാൻ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത്, ഇന്ന റിളാഇ ഫീ റിളാക ബിഖളാഇ, എൻ്റെ ഖളാഇൽ നീ തൃപ്തിപ്പെടുന്നതാണ്, അതിലാണ് എൻ്റെ തൃപ്തിയുള്ളത് എന്ന് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമോട് അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനത്തെ ഒരു ഹൃദയം, അള്ളാഹുവിൻ്റെ ഖളാഇൽ തൃപ്തിപ്പെടാനുള്ളൊരു ഹൃദയമാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അള്ളാഹു തൃപ്തിപ്പെടുന്ന ഒരു കാര്യവും അത് തന്നെയാണ്, ആ ഹൃദയം ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ടല്ലോ, ഈമാനിൻ്റെ രസം അനുഭവിക്കുന്നത് ആരാണ്? അള്ളാഹുവിൻ്റെ റസൂലായിട്ട് മുഹമ്മദ് നബിയെയും റബ്ബായിട്ട് അള്ളാഹുവിനെയും അതുപോലെ തന്നെ ദീനായിട്ട് ഇസ്ലാമിനെയും തൃപ്തിപ്പെട്ട ആളുകളാണ് ഈമാനിൻ്റെ ലദ്ദത്ത്, അതിൻ്റെ ഒരു മധുരിമ അതനുഭവിച്ചവരെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു തൃപ്തിപ്പെടുന്ന രീതിയിലുള്ള ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് തന്നതിൽ നാം തൃപ്തിപ്പെടുക എന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.